തൃശൂരിൽ ഗർഭിണിയായ യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ കേസ്. ഭർത്താവ് ഷാരൂണും മാതാവ് രജനിക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് വരന്തിരപ്പള്ളി പോലീസ് കേസെടുത്തത്. അർച്ചന ഭർത്താവിന്റെ വീട്ടിൽ നിരന്തരം ശാരീരിക പീഡനം ഉൾപ്പെടെ നേരിട്ടിരുന്നതായി പരാതിയിൽ പറയുന്നു. 20 വയസ്സുകാരിയായ അർച്ചനയെ ഇന്നലെ വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഭർത്തൃവീടിന്റെ സമീപം തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരാതി ഞാൻ ഒരു വട്ടം അവൻ റോഡിലിട്ട് കോളേജിന്റെ മുന്നിലിട്ട് തല്ലിയിട്ട് പരാതി ഞാൻ കൊടുത്തിരുന്നു. അതിനുശേഷം പിന്നെയും ഫോൺ വിളിക്കാൻ സമ്മതിക്കാറില്ല, ഒന്നും ചെയ്യാൻ ബന്ധപ്പെടാൻ ഇതാക്കാറില്ല. അവിടെ തല്ലിയെന്നുള്ളത് അറിഞ്ഞിട്ടാണ് അതും ഞങ്ങളെ അറിയിച്ചത് കോളേജിൻ്റെ സെക്യൂരിറ്റിക്കാരനാണ്. അപ്പം അറിഞ്ഞപ്പോൾ തന്നെ അവളായിട്ട് എന്നെ സംസാരിക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ അവൾക്ക് ഫോണില്ല, ഓൾറെഡി അവൻ്റെ ഒരു ഫോണുള്ളത്. ആ ഒരു ഫോണിലേക്ക് അവനെ വിളിച്ചാലും അവളുടെ സംസാരിക്കാനായിട്ട് വിളിച്ചാലും കിട്ടില്ല. അവൻ കൂടുതലും എടുക്കില്ല, ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കാറുമില്ല. സാനു കെ സജീവോട് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. സാനു, ഇന്നലെയാണ് ഈ പെൺകുട്ടിയെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഈ യുവതിയുടെ കുടുംബമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. വിശദാംശങ്ങൾ. വീട്ടിൽ യുവതി തീ കൊളുത്തി മരിച്ച സംഭവത്തിലാണ് അർച്ചനയുടെ, അതായത് ആ തീ കൊളുത്തി മരിച്ച യുവതിയുടെ കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ ഭർത്തൃ വീട്ടുകാർക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് അർച്ചന പഠിച്ചിരുന്ന കോളേജിന്റെ മുൻവശത്ത് വെച്ച് പോലും ഭർത്താവായിട്ടുള്ള ഷാരോൺ മർദ്ദിച്ചിരുന്നു. ഒപ്പം തന്നെ പതിവായിട്ട് ഈ അർച്ചനയ്ക്കെതിരെ മർദ്ദനം തുടർന്നിരുന്നു എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ 6 മാസം മുൻപാണ് ഇവരുടെ വിവാഹം നടന്നത്. അതിനുശേഷം പല ഘട്ടങ്ങളും ഈ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ടുള്ള സംസാരവും ഒപ്പം തന്നെ അതിനെ തുടർന്നുള്ള മർദ്ദനങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാരൂണിന്റെ മാതാവിനുമെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അതായത് ഭർത്താവിന്റെ വീട്ടിൽ നിരന്തരം ശാരീരിക പീഡനം ഉൾപ്പെടെ നേരിടേണ്ടി വന്നു എന്നടക്കമുള്ള വകുപ്പുകൾ അടക്കം ചേർത്തുകൊണ്ടാണ് ഷാരൂണിനും ഒപ്പം തന്നെ മാതാവിനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. 20 വയസ്സുകാരിയായ അർച്ചനയെ ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഭർത്തൃഗൃഹത്തിന് സമീപമുള്ള ഒരു തുറസായ സ്ഥലത്ത് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാനു ആണ് വിശദാംശങ്ങൾ നൽകിയത്.